മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്വരത്തിനായി കാതോർത്തുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും അല്പസമയം മാറ്റിവെച്ച് ഹൃദയത്തിലെ നീറുന്ന നൊമ്പരങ്ങളിലേക്ക് ആശ്വാസമേകുന്ന ഈശോയുടെ കരസ്പർശനത്തിനായി ദാഹിച്ചുകൊണ്ട് ഷാലോം ടി വിയുടെ മുമ്പിലായിരിക്കുന്ന സ്നേഹമുള്ളവരെ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, സന്തോഷമോ ദുഃഖമോ കഷ്ടപ്പാടോ തകർച്ചകളോ എന്തുമായിക്കൊള്ളട്ടെ, അവിടേക്കെല്ലാം ഈശോയുടെ കരുണ വർഷിക്കപ്പെടട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും ആട്ടിൻ തൊഴുത്തിൽ ആടുകൾ അറ്റുപോയാലും ഞാനനാഥനെ വാഴ്ത്തിപ്പാടിയിടും. നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ ഒരു എളുപ്പ വഴി ബൈബിളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സങ്കീർത്തനം 37:4 കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എന്നാൽ പലപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇതത്ര എളുപ്പമാണോ? എന്നാൽ നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്ന ഈ നേഴ്സിൻ്റെ അനുഭവം സഹനത്തെപ്പറ്റിയും കഷ്ടപ്പാടുകളെപ്പറ്റിയുമുള്ള നമ്മുടെ വീക്ഷണം തന്നെ മാറ്റുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലവ്ലി, 25 വർഷം മുമ്പ് നമ്മൾ ഒരേ ഫ്ലൈറ്റിന് അല്ലേ ഇവിടെ ദൈവകൃപയാൽ നമ്മൾ കയറി വന്നു. ഒരേ ഹോസ്പിറ്റലിൽ ദൈവം ജോലി ചെയ്യാനുള്ള കൃപ തന്നു, അനുഗ്രഹിച്ചു. എനിക്ക് ലവ്ലിയെ നന്നായിട്ട് അറിയാം, എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടി ലവ്ലി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ലവ്ലി, ഹസ്ബൻഡ് തോമസ്. എനിക്ക് 3 മക്കളാണ്. മൂത്ത മോൻ ജസ്റ്റിൻ, രണ്ടാമത്തെ മോൾ ജെസ്ലി, മൂന്നാമത്തെ മോൻ ജോവിയൻ. ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ലവ്ലി, നീ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു വചനം, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യ മനുഷ്യരും. ലവ്ലി ഒരു വലിയ അതായത് ബ്രെയിൻ ഒരു സർജറിയിലൂടെ ലവ്ലി കടന്നു പോയിട്ടുണ്ടല്ലേ. അതിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലും ലവ്ലിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? റോസി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 3 കുഞ്ഞുങ്ങളാണെന്ന്. മൂന്നാമത്തെ മോൻ ഉണ്ടായി മെറ്റേണിറ്റി ലീവിലിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായി. തലവേദന മാത്രമല്ല, ഇപ്പം നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഒരു സഡൻ ബ്രേക്ക് ഇടുവാണെങ്കിൽ എൻ്റെ ഒരു വശം കൈയും കണ്ണും ഒക്കെ ഒരു ചെറിയ വീക്ക്നെസ് പോലെയൊക്കെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി MRI ചെയ്തപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞത് എനിക്ക് ആർണോൾഡ് ഗിയറി മാൽഫർമേഷൻ എന്നൊരു രോഗമുണ്ടെന്ന്. അതായത് അത് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സെറിബെല്ലം നമ്മുടെ കഴുത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് സെർവൈക്കൽ കനാലിൽ C3, സെർവൈക്കൽ ബോൺ നമുക്ക് 3 ഉണ്ട്, 7 ഉണ്ടല്ലോ, അതിൽ C3യിൽ സ്പൈനൽ കോഡിനെ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ഓപ്പറേഷൻ അല്ലാതെ വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ന്യൂറോ സർജനെ കണ്ടുപിടിച്ച് സർജറി ചെയ്യണം. കാരണം ഇത് ബ്രെയിൻ മാത്രമല്ല, ബ്രെയിനും കഴുത്തും പുറകിൽ നമ്മുടെ ബ്രെയിൻ സ്റ്റെം ഇരിക്കുന്ന ആ ഭാഗം കൂടെ തുറന്നിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഡോക്ടറെ വേണ്ടി നാട്ടിലേക്ക് പോയി. അവിടെ പോയി സർജറിക്ക് വേണ്ടി അഡ്മിറ്റായി. നമ്മളൊക്കെ നേഴ്സസാണ്, നമുക്കറിയാം
ഒരു ന്യൂറോ സർജറി അല്ലെങ്കിൽ കാർഡിയാക് സർജറി അങ്ങനെയുള്ള വലിയ വലിയ ഓപ്പറേഷന് ഹൈ റിസ്ക് കൺസെൻറ്റ് കൊടുക്കും. അങ്ങനെ ഒരു കൺസെൻറ്റ് എനിക്കും തന്നു. സാധാരണ ഒരു കൺസെൻറ്റിൽ എല്ലാ കോംപ്ലിക്കേഷനും എഴുതുമല്ലോ സർജറി കഴിയുമ്പം, പ്രത്യേകിച്ച് ബ്രെയിൻ സർജറി ആകുമ്പം അൺകോൺഷ്യസ് ആകാം, പാരലൈസിസ് ആകാം, വെജിറ്റേറ്റീവ് സ്റ്റേജ്, ഇങ്ങനെ വരാവുന്ന എല്ലാം എഴുതിയിരുന്നു. അതുകൂടാതെ എനിക്ക് തന്നപ്പോൾ ആ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കൈ ഈ അക്ഷരത്തിൽ എഴുതി തന്നു, നോ ഗ്യാരണ്ടി ടു യുവർ ലൈഫ്. അതായത് നിൻ്റെ ജീവന് എനിക്കൊരു ഗ്യാരണ്ടി ഇല്ലെന്ന്. അന്നേരം റോസിക്കറിയാമോ, എൻ്റെ മക്കൾ 4.5 വയസ്സ്, 2.5 വയസ്സ്, 3 മാസം, ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. ആ ഒരവസ്ഥയിൽ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, ലൗലി നമുക്ക് ഈ സർജറിക്ക് നിൽക്കണ്ട, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ പോയിട്ടൊരു കാര്യമില്ല. ഡോക്ടർ എനിക്ക് ജീവിക്കാൻ തന്ന കാലയളവ് വെറും 2 മാസം. ബെഡ്രിഡനാകാതെ ജീവിക്കാൻ 2 മാസം മാത്രമേ തന്നിരുന്നുള്ളൂ. അതുകൊണ്ട് ധൈര്യത്തോടു കൂടി സർജറിക്ക് പോകാമെന്ന് ഞങ്ങൾ 2 പേരും കൂടെ തീരുമാനിച്ചു. അങ്ങനെ അഡ്മിറ്റായി. രാത്രിയിൽ പ്രീ മെഡിക്കേഷൻ തരുമല്ലോ, നമ്മളൊക്കെ രോഗികൾക്ക് പ്രീ മെഡിക്കേഷൻ കൊടുക്കുമല്ലോ രാത്രിയിൽ. അങ്ങനെ ഉറങ്ങാനുള്ള ഗുളിക തന്നു. ഞാനത് കഴിച്ചു കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ ഈശോ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ സൈൻ ചെയ്യുന്ന പേപ്പറിലെ കൺസെൻറ്റ്, നമ്മൾ സിഗ്നേച്ചർ ഇട്ടേ ആ കടലാസിലെ ആ ലാസ്റ്റ് സെൻറ്റൻസ് എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോ ഗ്യാരണ്ടി ടു യുവർ ലൈഫ് അതിങ്ങനെ വന്നു പോകും. എന്നെ ഇങ്ങനെ ഈശോ കാണിച്ചു തരുക. അത് ഉള്ളിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ മരിച്ചു പോകുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ തോന്നി, ഞാനിതിങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ എമർജൻസി ഓപ്പറേഷനായിട്ട് പോയത് കൊണ്ട് കുമ്പസാരിക്കാനുള്ള ചാൻസ് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്നത്, ദൈവം എനിക്ക് പാപത്തിൽ മരിക്കരുതെന്നൊരു ചിന്ത ഉള്ളിലോട്ട് പെട്ടെന്ന് വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബെഡിൽ ഏകദേശം രാത്രി 10 മണിയായി ഞാൻ ആ ബെഡിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച്. മരിക്കാൻ റെഡി ആയിക്കൊണ്ട് ഒരു വ്യക്തി എങ്ങനെ പ്രാർത്ഥിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം, പ്രാർത്ഥിക്കാനൊക്കെ പഠിച്ചതുകൊണ്ട് നമുക്കറിയാം. അതുപോലെ ഞാനും പ്രാർത്ഥിച്ച്. അതിനുശേഷം എൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തരിക, എൻ്റെ മക്കൾക്ക് അമ്മയില്ലാതാകുന്ന അവസ്ഥ. ഇളയ മോന് 3 മാസം പ്രായമുള്ള കുഞ്ഞ്, ഇത്രയും കുഞ്ഞ് മക്കൾ, അവർക്കൊരു അമ്മയില്ലാണ്ട് ആകുന്ന അവസ്ഥ എൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോയപ്പോൾ ഞാൻ ഹൃദയം പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരൊഴുകിക്കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ മാതാവിന് സമർപ്പിച്ച്. മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നിനക്ക് തരുന്നു, നീ അവർക്ക് അമ്മയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മരിക്കാൻ ഞാൻ റെഡിയായി കിടന്നു. പിറ്റേ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാനുള്ള ട്രോളി വന്ന് ഞങ്ങളെല്ലാവരും കൂടി സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി ബൈബിൾ തുറന്നു. അന്ന് ദൈവമായ കർത്താവ് എനിക്ക് നൽകിയ വചനം, അത് 2 രാജാക്കന്മാർ 20-ാം അധ്യായം 5-ാമത്തെ തിരുവചനമായിരുന്നു. അതിപ്രകാരമാണ്, ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയത്. സർജറിയൊക്കെ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ICUവിൽ വെച്ചിട്ട് എൻ്റെ ഹാർട്ട് റേറ്റ് ശരിക്കും കുറഞ്ഞെന്ന് പറഞ്ഞാൽ 20-നും താഴെയായി. അന്നേരം എൻ്റെ വീട്ടിലുള്ള നേഴ്സസുണ്ട്, റിലേറ്റീവ്സ്, അവർക്ക് മനസ്സിലായി. ICUവിൽ മോണിറ്ററിൽ ഹാർട്ട് റേറ്റ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. എൻ്റെ ജീവിത പങ്കാളിയും വീട്ടുകാരെല്ലാവരും കൂടി ഡോക്ടറോട് പോയി ചോദിച്ച് ലവ്ലിയുടെ അവസ്ഥയെക്കുറിച്ച്, എൻ്റെ അവസ്ഥ എന്താകുമെന്ന് അവരവിടെ പോയി ചോദിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഇനി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, കാരണം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചാലേ ലവ്ലി രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരവസ്ഥയിൽ ആ സമയത്ത് എനിക്ക് ബോധമുണ്ട്. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എനിക്ക് ബോധമായി. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, ലവ്ലി നിൻ്റെ അവസ്ഥ ഇച്ചിരി സീരിയസ് ആണ്, അതുകൊണ്ട് നിന്നെ ഞാൻ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. പക്ഷേ ആ വചനമൊക്കെ അനസ്തേഷ്യ കൊണ്ടും ഓപ്പറേഷന് ശേഷമൊക്കെ ഞാൻ മറന്നുപോയെങ്കിലും എൻ്റെ ഈശോയിലുള്ള വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ്, ചേട്ടായി ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം, എൻ്റെ ഈശോയ്ക്ക് ഞാൻ മരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ എവിടെ പോയാലും മരിക്കും. ഇപ്പോൾ എന്നെ അമേരിക്കയല്ല, ലണ്ടനല്ല, ഏത് പ്രശസ്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഞാൻ മരിക്കും. ഞാൻ ജീവിക്കണമെന്നാണെങ്കിൽ ഞാൻ എവിടെയാണേലും ജീവിക്കും എന്നും പറഞ്ഞ് ഞാൻ അവിടെ കിടന്നു. പക്ഷേ എൻ്റെ ദൈവം, അത് ദൈവത്തിൻ്റെ അനന്ത സ്നേഹം, ആ കരുണ, എൻ്റെ കരം പിടിച്ച് ആ ബെഡിൽ നിന്ന് എണീപ്പിച്ച് നടത്തി.
നടക്കുക മാത്രമല്ല റോസി, അന്ന് സർജറിക്ക് പോയ സമയം ഞാൻ ഈശോയോട് ഒന്നേ ചോദിച്ചിരുന്നുള്ളൂ, ഈശോയെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഭാരമാകാതെ എനിക്ക് ജീവിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഇളയ കുഞ്ഞിന് ആഹാരം വിശക്കുന്നെന്ന് ചോദിച്ച് മറ്റുള്ളവരോട് ചോദിച്ച് വാങ്ങിച്ചു കഴിക്കുന്ന പ്രായം വരെയെങ്കിലും എനിക്ക് ജീവിച്ചിരിക്കാനുള്ള ഒരു ചാൻസ് നീ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അത് പറയാനും കാരണമുണ്ട് റോസി. ഞാൻ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ എൻ്റെ ഈശോ എന്നെ പോസ്റ്റ് ചെയ്തത് ന്യൂറോ സർജിക്കൽ റിക്കവറി റൂം, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബ്രെയിൻ സർജറി കഴിഞ്ഞ് വന്ന് കിടക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കാൻ. അപ്പോൾ നിനക്കറിയാമല്ലോ, ഇങ്ങനത്തെ രോഗികളെ ഞാൻ ഒരുപാട് കണ്ട്. അന്നൊക്കെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരാൾ പോലും നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് നമുക്ക് വേണേൽ പറയാം, ജീവൻ മാത്രമുള്ള ശരീരം, അങ്ങനെ ഒരു ട്രോളിയിൽ പോകുന്ന ഒരവസ്ഥയിലെ രോഗികളെ ഞാൻ കണ്ടിരിക്കുന്നത്. ആ ഒരവസ്ഥയിൽ നിന്നും ആ ബെഡിൽ നിന്നും എൻ്റെ ഈശോ എന്നെ കൈ പിടിച്ചെണീപ്പിച്ച് നടത്തി. പ്രൈസ് ദി ലോർഡ്. ലവ്ലി, ഞാൻ ഓർക്കണ, ഞാനും ന്യൂറോ ഞാനും ICUലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ലവ്ലി അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോൾ അവരിവിടെ ഞങ്ങൾ കേട്ടത്, അതായത് ലവ്ലി ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല. ലവ്ലി അതായത് എഴുന്നേറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേജ് എന്ന് പറയില്ലേ, നമ്മൾ എഴുന്നേറ്റ് നടക്കില്ല എന്നുള്ളൊരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ ആവുമെന്നാണ് നമ്മളും കേട്ടത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റൊക്കെ താഴെ പോയി ലവ്ലി മരിച്ചു എന്ന് വരെ കേട്ടിട്ടുണ്ട്. കർത്താവ് വളരെ അത്ഭുതകരമായിട്ട് ലവ്ലിനെ അതിൽ നിന്നെല്ലാം വിടുവിച്ചു. കർത്താവിൻ്റെ കരുതലും സ്നേഹവും കാരുണ്യം അനുഭവിച്ചറിഞ്ഞു. ഇപ്പോൾ ലവ്ലി പറഞ്ഞൊരു വചനമാണ്, അതായത് 2 രാജാക്കന്മാർ 20-ാം അധ്യായം. അത് പറയുന്നത് ഹെസക്കിയയുടെ രോഗശാന്തിയാണ്. ഹെസക്കിയയുടെ രോഗശാന്തിയിൽ ഹെസക്കിയ കർത്താവിനോട് യേശയ്യാ പ്രവാചകൻ വന്ന് പറയുവാണ്, നീ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്ത്, നീ മരിക്കും എന്ന് പറയുമ്പോൾ ഹെസക്കിയ ചുമരിനോട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന വചനത്തിൽ എഴുതിയേക്കണം. അതായത് ഈ ലോകത്തിലേക്കല്ല തിരിഞ്ഞത്, അതായത് എനിക്ക് ദൈവം മാത്രം ആശ്രയമുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ ഹെസക്കിയ പ്രാർത്ഥിച്ച നിമിഷത്തിൽ അപ്പം തന്നെ യേശയ്യാ പ്രവാചകനോട് ദൈവം ഉത്തരം കൊടുത്തു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും, നിൻ്റെ കണ്ണീര് കാണുകയും ചെയ്തിരിക്കുന്നു. അത് 15 വർഷമാണ് കേട്ടോ ഈശോ നീട്ടിക്കൊടുത്തത്. ഹെസക്കിയയ്ക്ക് നീട്ടിക്കൊടുത്തത് 15 വർഷമായി. ലവ്ലിപ്പോൾ എത്ര വർഷമായി? ഞാനിപ്പം 18 വർഷമായി റോസി. എൻ്റെ ഈശോ എനിക്ക് ദീർഘായുസാണ് നൽകിയത്. കാരണം ഞാൻ അത് കഴിഞ്ഞ് ആ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പോരാൻ നേരത്ത്, ഒരുങ്ങി ഇറങ്ങാൻ നേരത്ത് ഞാൻ ബൈബിൾ തുറന്നപ്പോഴാണ് വീണ്ടും കർത്താവ് എനിക്ക് തന്ന വചനം, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലവ്ലിക്ക് 3 കുട്ടികളാന്ന് പറഞ്ഞല്ലോ. മൂത്ത മകൻ ജസ്റ്റിൻ അല്ലേ, അവന് ഓട്ടിസം എന്ന രോഗമുണ്ട്. ഈ ഓട്ടിസമുള്ള ഒരു കുഞ്ഞുണ്ടായിട്ട് ലവ്ലി, നമ്മൾ ഇത്രയും പരിചയം ഉണ്ടായിട്ടും ഈ കുഞ്ഞിനിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് തന്നെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ്. കാരണം ലവ്ലി അതിനെക്കുറിച്ച് ഒരു പരാതിപ്പെടുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ അറിയുന്ന ഒരുപാട് വ്യക്തികൾ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ള വ്യക്തികൾ, എപ്പോഴും നോർമലായിട്ടുള്ള മക്കളുള്ള വ്യക്തികൾ തന്നെ, സ്റ്റാഫ്മാർ തന്നെ കൊച്ചുറങ്ങിയില്ല, അല്ലെങ്കിൽ കൊച്ചിന് ക്ഷീണമാണ്, വെയിറ്റ് വെക്കണില്ല, ഇങ്ങനത്തെ ഒരുപാട് കംപ്ലൈൻറ്റ് പറയുമ്പോൾ ഇങ്ങനൊരു കുഞ്ഞുണ്ടായിട്ടും ഇത് ദൈവത്തിൽ നിന്ന് കിട്ടിയൊരു സമ്മാനമാണെന്നുള്ള വലിയൊരു ബോധ്യത്തോടുകൂടി ലവ്ലിക്ക് അവനെ എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുന്നു? റോസി, ഇതിനെക്കുറിച്ച് എൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള കുറ്റം പറയാതെ അല്ലെ പരാതി പറയാതെ ഞാൻ അവനെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഒരു 25 വർഷം പുറകോട്ട് എനിക്കൊന്ന് പോകേണ്ടി വരും. അതായത് ഞാൻ UAE വന്ന് ആദ്യത്തെ ആനുവൽ ലീവിന് പോകുമ്പം എനിക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടാനുള്ള കൃപ കർത്താവ് ഒരുക്കി തന്നു. ആ സമയത്ത് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ അവിടെ വെച്ച് നമ്മുടെ മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛൻ്റെ ഒരു ക്ലാസ് കേൾക്കാനിടയായി. അന്ന് വിവാഹപ്രായത്തിലെത്തിയ യുവാക്കളെ എല്ലാവരെയും കൂടി ഇരുത്തി അച്ഛനൊരു ക്ലാസ് തന്നു. അവിടെ കുടുംബജീവിതത്തെക്കുറിച്ച് ക്ലാസ് ഉണ്ടായിരുന്നു, സഹനത്തെക്കുറിച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ അന്ന് വിവാഹപ്രായം എത്തിയവർക്ക് ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നു. അതിപ്രകാരമായിരുന്നു: അനാദി മുതലേ നിനക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവിത പങ്കാളിയെ കർത്താവെ അവിടുത്തെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ കൃപ തരണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ അന്ന് മുതൽ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കും: ഈശോയെ, എനിക്കായി അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവിത പങ്കാളി എൻ്റെ ഇഷ്ടത്തിനോ എൻ്റെ ആഗ്രഹത്തിനോ ഉള്ളതായിരിക്കരുത്, അങ്ങേക്കിഷ്ടമുള്ള മകനായിരിക്കണേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈശോയുടെ ഇഷ്ടത്തിന് തന്നെയുള്ള ഒരു മകനെ, തിരുവചനം പ്രകാരം തന്നെയുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് ജീവിത പങ്കാളിയായിട്ട് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചു. ആദ്യമേ ഉണ്ടായ ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു രോഗിയായ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ നമുക്കറിയാം, ഏതൊരമ്മമാർക്കും ഒരു രോഗമുള്ള ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ സങ്കടം വരും. അങ്ങനെ എത്ര വയസ്സിലാണ് നിങ്ങൾ രോഗമുണ്ടെന്ന് അറിഞ്ഞത്? ഞങ്ങൾ അറിഞ്ഞത് 5 വയസ്സായപ്പോഴാണ്.
സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അതെ അതെ, സർജറി കഴിഞ്ഞതിന് ശേഷം. അത് അപ്പം സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ആ സങ്കടം വലിയ നിരാശയിലേക്കൊന്നും എന്നെ കൊണ്ടുപോയില്ല. കാരണം ദൈവത്തിൻ്റെ ഒരു തിരുവചനം പറയുന്നുണ്ടല്ലോ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന്. അപ്പോൾ ആ തിരുവചനത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയപ്പം അവിടെ നിന്നും ഒത്തിരി എനിക്ക് വചനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ആ വചന ശക്തി ഒരുപാട് എനിക്ക് ബോധ്യങ്ങൾ തന്നു, ഒത്തിരി ബോധ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വചനത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. എൻ്റെ ഈശോയ്ക്ക് എന്നെക്കുറിച്ച് അല്ല ഈ രോഗിയായ കുഞ്ഞിനെക്കുറിച്ചൊരു പദ്ധതി കാണും. അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഈശോയോട് ഒരുപാട് കുറ്റപ്പെടുത്താനോ പിറുപിറുക്കാനോ എന്തുകൊണ്ടെന്ന് ചോദ്യം ചെയ്യാനോ ഒന്നും ഞാൻ തീരുമാനിച്ചില്ല. അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഈ ഒരു വചനത്തിൽ ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ട് എനിക്ക് ഇവനെ വലിയ നിരാശയിലേക്ക് പോകാതെ ഒരു പ്രത്യാശയോട് കൂടി തന്നെ വളർത്തുവാൻ സാധിച്ചു. അതെനിക്ക് മാത്രമല്ല, എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയും ഒരുപാട് കുറ്റപ്പെടുത്തുവോ എന്നെപ്പോലും ഒരിക്കലും ഒരു കുറ്റപരമായിട്ട് ഈ കുഞ്ഞു മൂലം ഞാൻ ഒരു വാക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. മറ്റ് രണ്ട് കുട്ടികളും എങ്ങനെയാണ് ജസ്റ്റിനോടുള്ള പെരുമാറ്റം? എൻ്റെ രണ്ടാമത്തെ മോളും മോനും അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് ഈ കുഞ്ഞിനെ നോക്കുന്നത്, മൂത്ത മോനെ ജസ്റ്റിനെ. കാരണം അവൻ്റെ കുറവുകളെ ഇവർക്ക് അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള വലിയ കൃപ ദൈവം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റിയല്ല, അവർക്കുണ്ടെന്ന്. അത് നമുക്കറിയാം, നമ്മൾ മാതാപിതാക്കളിൽ നിന്നാണല്ലോ മക്കൾ പഠിക്കുന്നത്. നമ്മളെ കണ്ടല്ലേ നമ്മളെ മക്കളെ പഠിക്കുന്നത്. അപ്പം അവരെ നോക്കുന്ന ആ ഒരു അവനെ ജസ്റ്റിനെ നോക്കുന്ന ആ ഒരു രീതി കുഞ്ഞിലേ തൊട്ട് എൻ്റെ മറ്റേ ഇളയ പിള്ളേരും കണ്ട് പഠിച്ചത് കൊണ്ട് തന്നെ അവരുടെ എല്ലാ കുറവുകളും സന്തോഷത്തോടു കൂടി അംഗീകരിച്ചുകൊണ്ട് നോക്കാനുള്ളൊരു കൃപ അവർക്കുണ്ട്. ഇപ്പം ഞാൻ നേഴ്സാണ്, നമ്മൾ ജോലിക്ക് പല ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. എപ്പോഴും ഒന്നും കൊച്ചുങ്ങളുടെ അടുത്ത് ആളില്ല. അപ്പോൾ വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം കുഞ്ഞുങ്ങൾ സ്കൂളിലുള്ള അവധിയുള്ള സമയത്ത് വീട്ടിലുണ്ടാവും. അവർ തന്നെ ഒരു അപ്പനും അമ്മയും ചെയ്യേണ്ട ഒരു എല്ലാ ജോലികളും അവൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി കുറവുകളുള്ള ഒരു കുഞ്ഞാണ്. പക്ഷേ അവൻ്റെ എല്ലാ കുറവുകളും അവർ തന്നെ നികത്തി നോക്കുന്ന ഒരു സ്വഭാവം അവർക്ക് കുഞ്ഞിലേ തൊട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പുറത്ത് പോകുന്നു, പള്ളിയിൽ പോകുന്നു, പള്ളിയിലൊക്കെ പോകുമ്പോൾ അവൻ അടങ്ങിയിരിക്കുകയില്ല. ഒരു കുർബാനയ്ക്ക് മുമ്പ് കുറഞ്ഞതൊരു 4 പ്രാവശ്യമെങ്കിലും എഴുന്നേറ്റ് പുറത്ത് പോകണമെന്ന് പറയും. ചുമ്മാതെ വേണേലും ബാത്റൂമിൽ പോകണമെന്ന് പറയും, ആവശ്യം ഉണ്ടായിട്ടല്ല. അപ്പോൾ അങ്ങനെ ഒരുവിധം വലുതായപ്പോൾ തൊട്ട് എൻ്റെ പിള്ളേർ തന്നെയാണ് കൊണ്ടുപോകും. മോളും മോനും അവർ കൊണ്ടുപോകും. അവരാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഓർക്കുക, ചെറുപ്പത്തിൽ ഒരുപക്ഷെ അവർക്ക് തിരിച്ചറിവില്ലായിരിക്കാം. പക്ഷേ ഈ ടീനേജ് പ്രായത്തിലുള്ളപ്പോൾ ആയപ്പോൾ പോലും, അതായത് എൻ്റെ മോൾക്ക് ഇപ്പോൾ 20 വയസ്സായി, ഇളയ മോന് 18 വയസ്സായി. ഈ പ്രായത്തിൽ പോലും അവൻ്റെ കുറവുകളെ അവർക്കതൊരു കുറവായിട്ടല്ല അവർ കാണുന്നത്. അവരുടെ കൂട്ടുകാരുടെ മുമ്പിലോ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുകയും കൊണ്ടുപോവുകയും അങ്ങനെ ചെയ്യുമ്പം ഒരിക്കലും അവരതൊരു കുറവായി അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ മാതാപിതാക്കന്മാരുടെ സമീപനം കണ്ടാണ് കുഞ്ഞുങ്ങളത് പഠിച്ചത്. അത് കണ്ട് തന്നെയാണല്ലോ അവർ നമ്മളെ കണ്ടല്ലേ അവരും പഠിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഈ പിള്ളേർക്കൊക്കെ കുറച്ചുകൂടെ നമ്മളെ കഴിഞ്ഞും ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പള്ളികളിലൊക്കെ ഒത്തിരി അവർക്ക് ആത്മീയമായി വളരാനുള്ള ക്യാമ്പുകളും ധ്യാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതിൽ നിന്നല്ല ആയിരിക്കും എൻ്റെ മക്കൾ എന്നോട് ഇപ്പം ഒരുവിധം അറിവ് വന്നപ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, മമ്മി ചേട്ടായി ഒരു വിശുദ്ധനാ, നമുക്ക് ഈശോ തന്ന ഒരു വിശുദ്ധനാ ചേട്ടായി. ഒരു പാപമൊന്നും ചേട്ടായി ചെയ്യുന്നില്ലല്ലോ, ഞങ്ങളൊക്കെ പിന്നെ പാപം ചെയ്യുന്ന ചേട്ടായി ഒരു പാപവും ചെയ്യാത്ത വിശുദ്ധനായ ചേട്ടായിൽ കൂടി നമ്മളും സ്വർഗത്തിൽ പോകും. ആ ഒരു ശരിക്കും ലവ്ലി നീ ഒരു വിശുദ്ധൻ്റെ കൂടെ തന്നെ ജീവിക്കണേ. ഇങ്ങനെയുള്ള അസുഖമുള്ള കുഞ്ഞുങ്ങളുള്ള എനിക്കറിയാവുന്ന വ്യക്തികളുണ്ട്. അവരൊരിക്കലും ആ കുഞ്ഞുങ്ങളൊന്ന് പുറത്ത് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ പള്ളിയിലൊന്നും ഒട്ടും കൊണ്ടുവരണേ ഞാൻ കണ്ടിട്ടില്ല. കാരണം അവർ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നുള്ള ഒരു കാരണമാണ് പറയണേ. ലവ്ലി ഈ ജസ്റ്റിനെ മുടങ്ങാതെ പള്ളിയിൽ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ലവ്ലിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? നമുക്ക് മാനസികമായ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ട് തന്നെയുണ്ട്. കാരണം അവൻ പള്ളിയിൽ വന്നാൽ ഒരു കുർബാന തീരുന്നതിന് മുമ്പ് പല പ്രാവശ്യം പുറത്ത് പോകണമെന്ന് പറയും, അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അറ്റൻഷൻ സീക്കിങ് അത് ഒത്തിരി ഉണ്ട്, അടുത്തിരിക്കുന്നവരെ നോക്കിച്ചിരിക്കുക. അപ്പം അല്ലെങ്കിൽ അങ്ങനെ ഡിസ്ട്രാക്ഷൻ ഒത്തിരി ഉണ്ട്. പക്ഷേ ഞാൻ പള്ളിയിൽ കൊണ്ടുപോകാതിരുന്നിട്ടില്ല. ഇപ്പം കുറച്ച് വലുതായി കഴിഞ്ഞപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എല്ലാ ദിവസവും കൊണ്ടുപോവുകയില്ല. എങ്കിലും ഇതുവരെ പള്ളിയിൽ കൊണ്ടുപോകാതെ ഞങ്ങൾ അവനെ ഇരുന്നിട്ടില്ല.
പള്ളി കൊണ്ടുപോകുന്നെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം തന്ന കുഞ്ഞല്ലേ, വേറെ ആരും തന്ന കുഞ്ഞല്ലല്ലോ, കർത്താവ് തന്ന കുഞ്ഞ്, കർത്താവിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോവുക. അതിനൊരു പക്ഷേ മറ്റുള്ളവർ നോക്കുമ്പം എനിക്കതൊരു കുറവുകളായിട്ട് തോന്നാറില്ല. മറ്റുള്ളവർ എന്നെ നോക്കുമ്പം അയ്യോ എൻ്റെ കുഞ്ഞ് ഇതെനിക്ക് അവരുടെ മുമ്പിൽ ഒരു നാണക്കേടെന്ന് എനിക്ക് തോന്നിയാലല്ലേ എനിക്കത് കൊണ്ടുപോകാതിരിക്കാൻ തോന്നുള്ളൂ. എനിക്കത് തോന്നാറില്ല. അവർ നോക്കിക്കോട്ടെ, അവർക്കതറിയത്തില്ലല്ലോ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കത്തേ ഉള്ളൂ, ഞാൻ ഈ കുഞ്ഞിനെ തന്ന കർത്താവേ മറ്റുള്ളവർക്കും കൂടെ ഇത് മനസ്സിലാക്കാനുള്ള കൃപ കൊടുക്കണേ എന്ന് ഞാൻ പലപ്പോഴും ഇവർക്ക് വിശ്വാസം കൊടുക്കണേ എന്ന് മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അത് തന്നെയല്ല റോസി, ഞാൻ ഇവനെ ഈ ജസ്റ്റിനെ കൊണ്ട് പള്ളിയിൽ പോകുന്ന വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ ആ ഒരു കുർബാന സ്വർഗീയ അനുഭവങ്ങളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈശോ എനിക്ക് കാണിച്ചു തരാറുണ്ട്. വിശുദ്ധരെ, ഒരുപാട് വിശുദ്ധരെ ഈശോ കാണിച്ചു തരാറുണ്ട്. അതിനുശേഷം വിശുദ്ധരെ കാണാൻ തുടങ്ങിയത് ഒരു 2012 മുതലാണ്. ജസ്റ്റിനെയും കൊണ്ട് പള്ളിയിൽ പോകുമ്പം വിശുദ്ധരെ കാണിച്ചു തരും. അതുപോലെ വിശുദ്ധ കുർബാന, ആരാധന, ധ്യാനം, ഈ സമയങ്ങളിലെല്ലാം ഈശോയുടെ പീഡാനുഭവം കാണിച്ച് തരാറുണ്ട്, മാതാവിനെ കാണിച്ചു തരാറുണ്ട്. അങ്ങനെ അത് അവനിൽ കൂടി എനിക്ക് കിട്ടിയ ഒരു സ്വർഗീയ ഭാഗ്യമാണ്, സഹനത്തിൽ കൂടെ കിട്ടിയൊരു ഭാഗ്യമാണ്. അതെ അതെ, അത് ഞാൻ അനുഭവിച്ചറിയുന്നത്, ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. അത് അനുഭവിച്ചറിയണം. ഞാൻ പലപ്പോഴും കുർബാനയിലിരിക്കുമ്പം ഞാനങ്ങനെ മാതാവ് പലരും ഈശോയൊക്കെ കാണിക്കുന്ന വിശുദ്ധരെയൊക്കെ കണ്ടിങ്ങനെ അലിഞ്ഞിരിക്കാറുണ്ട്. എന്തൊരു ഭാഗ്യ ലവ്ലി. ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഇന്ന് ഒരുപാട് സെൻറ്ററുകളൊക്കെ ഇന്ന് ലോകത്തുണ്ട്. ഉണ്ട്. എന്നിട്ട് ഈ കുഞ്ഞിനെ നിങ്ങൾ സെൻറ്ററുകളിലൊന്നും നോക്കാതെ ലവ്ലിയുടെ ഹസ്ബൻഡ് തോമസ് ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു ജോലി കളഞ്ഞ് നാട്ടിലേക്ക് പോയിരിക്കുക അല്ലേ? അത് റോസി പറഞ്ഞത് കറക്റ്റാണ്. വാസ്തവത്തിൽ പല പ്രാവശ്യങ്ങളായിട്ട് എൻ്റെ വീട്ടുകാരിൽ നിന്നും എൻ്റെ ജീവിത പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്നും അല്ലെ ബന്ധത്തിലുള്ളവരിൽ നിന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ കുഞ്ഞ് വലുതാകുമ്പം നിങ്ങൾക്ക് ഇവനെ നോക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും, അവൻ വലുതാകുമ്പം നിങ്ങളുടെ ആരോഗ്യം കുറയും അല്ലേ, അവൻ വലുതാകുമ്പം അവൻ ആരോഗ്യം വർദ്ധിക്കും, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ പല സെൻറ്ററുകളും ഞങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്ന പേര് പോലും തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി ഒരിക്കലും അതിന് സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി ഈ സഹനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചതാണ്. എൻ്റെ ഭർത്താവ് പറഞ്ഞ് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ മരിക്കുന്നവരെ എൻ്റെ കുഞ്ഞിനെ മറ്റുള്ളവർക്ക് കൊടുക്കത്തില്ല, ഞാൻ തന്നെ നോക്കുമെന്ന്. അതൊരു പക്ഷേ അത് നമ്മുടെ ശക്തിയല്ല, എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് ദൈവം നമുക്കിങ്ങനെ ഒരു കുഞ്ഞിനെ തന്നെങ്കിൽ ആ കുഞ്ഞിനെ നോക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കർത്താവ് നമുക്ക് തരും. നമുക്ക് ആദ്യമേ നമ്മളെ വളർത്തി കൃപ കൊണ്ട് കുറേ തന്നിട്ടേ ഉള്ളൂ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് തരുവോളെന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റിയത്. ഒരമ്മയും അപ്പനും നോക്കുന്ന ദൗത്യമാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതും ദൈവം ദാനമായി കൊടുത്തതാണ്. ഒരമ്മ നോക്കേണ്ട ഇങ്ങനെയുള്ള സാധാരണ ഒരു 22 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മമാർക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു 2 വയസ്സുള്ള കുഞ്ഞിനെ എങ്ങനെ നമ്മൾ നോക്കുന്നോ അതേ രീതിയിൽ ഇവനെ നോക്കണം. 22 വയസ്സായെങ്കിലും അവനെ ശുശ്രൂഷിക്കേണ്ടത് 2 വയസ്സുള്ള കുഞ്ഞിനെ നോക്കും പോലെയാണ്. അതുപോലെ എനിക്ക് പറയാൻ പറ്റില്ല. 2 വയസ്സുള്ള കുഞ്ഞിനെ നോക്കുമ്പോൾ നമുക്ക് ഈ വലിയ ബുദ്ധിമുട്ടും ആഹാരം അത് മാത്രമല്ലാതെ അതിനേക്കാളുണ്ട്. പക്ഷേ എങ്കിലും അതിനുള്ള ഒരു ശക്തി അത് ദൈവത്തിൻ്റെ വലിയ ദാനമായിട്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുത്തതാണ്. അത് ഏറ്റെടുക്കാനുള്ള ഒരു മനോഭാവവും ശക്തിയും മനോഭാവവും എൻ്റെ ഭർത്താവിന് കർത്താവ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഞാനും കൂടെ നോക്കണ്ടേനും കൂടെ പകരം ഇപ്പം 3 വർഷമായിട്ട് അവനെ നോക്കുന്നു. ലവ്ലി, എപ്പോഴെങ്കിലും നമ്മൾ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കും ഈ കുഞ്ഞിൻ്റെ രോഗമൊന്നും മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ? അങ്ങനെ ലവ്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരുപാട് റോസിയെ ഞാനൊന്ന് ചോദിക്കാതെ പറയണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. നമ്മുടെ വിശ്വാസ ജീവിതം, ധ്യാനം, പ്രാർത്ഥന, അങ്ങനെ നമുക്കിവിടെ ഒരുപാട് ധ്യാനങ്ങളൊക്കെ നാട്ടിലും ഇവിടെയൊക്കെ നമ്മൾ കൂടുന്നുണ്ട്. ഞാൻ ഏത് ധ്യാനത്തിന് പോയാലും ഏത് കൂട്ടായ്മയും പോയാലും 1ാം സ്ഥാനം എനിക്ക് ഈ മോൻ്റെ അസുഖം ഒന്ന് മാറിക്കിട്ടണം, ഈ രീതിയിലുള്ള പ്രാർത്ഥനകളായിരുന്നു എൻ്റെ. എവിടെ പോയാലും 1ാം സ്ഥാനം ഇവന്. അങ്ങനെ ഞാൻ 2001 നമ്മുടെ വാർഷിക ധ്യാനം നടക്കുന്ന സമയത്ത് പള്ളിക്കകത്ത് ആരാധന നടക്കുക, തിരുവോസ്തി എന്നുള്ളിച്ച് വെച്ചിട്ടുള്ള ആരാധന. ആ സമയത്ത് അവൻ 5 വയസ്സേ ഉള്ളൂ. ആ 5 വയസ്സുള്ള സമയത്ത് ഇത്തിരി ഹൈപ്പർ ആക്റ്റീവാണ്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുകയില്ല,
സാധനങ്ങൾ എടുക്കുക, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഈശോയുടെ മുമ്പിൽ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ കരഞ്ഞ് ഈ കുഞ്ഞിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ സമയത്താണ് എൻ്റെ ഈശോയെ ഞാൻ തിരുവോസ്തിയിൽ കാണുകയുണ്ടായി. തുറന്ന കണ്ണുകൾ കൊണ്ട് തിരുവോസ്തി അത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശരീരവും രക്തവുമാണെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. പിന്നീടും നമുക്കറിയാം, പിന്നെയും വർഷങ്ങളങ്ങ് നീണ്ടു, ദിവസങ്ങളങ്ങ് പോയി. ഈ 2012 വരെ ഞാൻ പിന്നെയും എനിക്ക് പ്രാർത്ഥന തന്നെ തുടർന്നുകൊണ്ടിരുന്നു. മറ്റുള്ള കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കും, എങ്കിലും നമ്മൾ ഒന്നാം സ്ഥാനം ജസ്റ്റിൻ മൂത്ത മോനെ തന്നെ കൊടുത്തോണ്ട് സൗഖ്യം 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 ഇത് മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ. ഇതിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. 2012 ഇതുപോലെ നമ്മുടെ സെൻറ്റ് മൈക്കിൾസിലെ ഒരു ധ്യാന സമയത്ത് അന്ന് വന്ന അച്ഛൻ പറഞ്ഞ്, നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം നിങ്ങൾ ഈശോയോട് തുറന്നു പറ, നിങ്ങളൊന്ന് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അച്ഛൻ പറഞ്ഞത് കൊണ്ട് അവരൊന്നുകൂടെ ചാൻസായി. ഉറക്കെ കരഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിച്ച സമയത്ത് കർത്താവിൻ്റെ പീഡാസഹനം അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അതീതമാണെന്ന്. അതീതം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാൽ നമുക്ക് ഒന്നുമല്ല, നമ്മൾ കണ്ടാൽ നമുക്ക് സഹിക്കത്തില്ല. ഈശോ എനിക്കത് കാണിച്ചു തന്നു. 3 ആണികളിൽ ആണി അടിച്ച് കിടക്കുന്ന ഈശോയ്ക്ക് അന്ന് ഞാൻ വിചാരിച്ചെൻ്റെ ഈശോയ്ക്ക് കാലിൽ ആണിയില്ലായിരുന്നെങ്കിൽ ആ കുരിശിലൊന്ന് കാലിട്ട് അടിക്കാമായിരുന്നെന്ന്. അതുപോലും പറ്റാതെ പിടയുന്ന ഈശോ. എന്നിട്ട് എൻ്റെ ഹൃദയത്തിൽ ഈശോ എനിക്ക് തന്നൊരു പ്രചോദനം, ഇങ്ങനെ സഹിക്കുന്ന ഈ സഹനം മുഴുവൻ നീ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതിനുശേഷം ഇതുവരെ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി കരഞ്ഞിട്ടില്ല. അന്ന് കർത്താവ് എൻ്റെ കണ്ണുനീര് ഉടച്ചു മാറ്റി. അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിൻ്റെ സഹനം, ഇങ്ങനെ ഒരു കുഞ്ഞിനെ കർത്താവ് എനിക്ക് എന്തിനാ തന്നെന്ന് അന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ അവൻ്റെ രോഗത്തെ ഓർത്ത് കരഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ലവ്ലി വചന പ്രകാരം പറയണേ, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വലുതാണ് സഹനത്തെ അതിജീവിക്കുന്നവരുടെ വിശ്വാസം എന്ന വചനം പറയണേ അല്ലേ. വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ പറയുന്നത് സഹനത്തിലാണ് നിധി ഒളിഞ്ഞിരിക്കുന്നതെന്ന്. ലവ്ലിയെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്, ഒത്തിരി അമ്മമാർ അല്ലെങ്കിൽ കുടുംബങ്ങൾ ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമാവും. കർത്താവ് സഹനത്തിലൂടെ ലവ്ലിക്ക് തന്നിയ സമ്മാനങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സഹനങ്ങൾ ദൈവം നമുക്ക് അനുവദിക്കുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സഹനങ്ങളുടെ മധ്യേ ഈശോ ഉണ്ട്. ഈശോ കരം പിടിച്ചിട്ടുണ്ട് അല്ലേ. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നമ്മൾ സഹിക്കണം. അങ്ങനെ ഒരു വലിയ ബോധ്യം ലവ്ലിക്ക് ഇതിലൂടെ കിട്ടി. ലവ്ലിക്ക് പ്രേക്ഷകരോട് എന്താണ് ഒരു മെസ്സേജ് പറയാനുള്ളത്? എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്, ദൈവം നമുക്ക് ഓരോരുത്തർക്കും അനുവദിച്ച് തരുന്ന സഹനങ്ങൾ അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചാൽ, കുറ്റപ്പെടുത്താതെ ചോദ്യം ചെയ്യാതെ പിറുപിറുക്കാതെ സ്വീകരിച്ചാൽ, എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് സ്വർഗീയ രഹസ്യങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഈശോയുടെ കരങ്ങളിലെ ഉപകരണങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ വചനം ഇപ്രകാരം പറയുന്നത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. ഈശോ നമ്മൾ ഓരോരുത്തരോടും പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം തരുന്ന കുരിശുകൾ എടുക്കാനല്ല, മാസത്തിലോ ആഴ്ചയിലോ കിട്ടുന്ന ഒരു കുരിശല്ല, അനുദിനം നിൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അങ്ങനെ കിട്ടിയിട്ടുള്ള മക്കൾ വചനപ്രകാരം ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം വചനത്തിൽ കൂടി ഇപ്രകാരം നമ്മളോട് പറയുന്നത്, യേശുവിനെ പ്രതി വിശ്വസിക്കുക മാത്രമല്ല അവനെ പ്രതി സഹിക്കുകയും ചെയ്യുവാനുള്ള ഭാഗ്യം, അനുഗ്രഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നുവെന്ന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തകരാതെ തളരാതെ ഈ സഹോദരിയെ ഉറച്ച വിശ്വാസത്തിൽ താങ്ങി നടത്തിയ ഈശോയുടെ സ്നേഹം എത്ര വലുതാണല്ലേ. അതുകൊണ്ടാണ് അൽഫോൻസാമ്മ പറയുന്നത്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ ഈശോയുടെ ഹൃദയമേ, ലൗകിക ആശ്വാസങ്ങളെയെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ. പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ഈശോയ്ക്കൊരു നല്ല പദ്ധതിയുണ്ട്. ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്തുമാകട്ടെ, അത് ഈശോയുടെ ആ പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ്.
കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. നമ്മുടെ വേദനകളും നൊമ്പരങ്ങളും എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈശോ നമ്മളെ താങ്ങിക്കൊള്ളും. അതിനുള്ള കൃപ ഈശോ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. പ്രത്യേകമായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.